അതെ രാജേഷ്, കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി LDFിൻ്റെ കൈവശമാണ്. എന്നാൽ തിരിച്ചു പിടിക്കാനുള്ള ശക്തമായ ശ്രമത്തിലാണ് UDFും BJPയും ഉള്ളത്. കഴിഞ്ഞ തവണ BJPക്ക് വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ കോർപ്പറേഷനായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ. 7 സീറ്റും അതേപോലെ 22 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തെത്താനും BJPക്ക് കഴിഞ്ഞു. ഇത്തവണ എന്തായാലും ശക്തമായി തന്നെ പ്രചരണ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് BJP. കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്നുള്ള ആ ഒരു വാശിയിൽ തന്നെയാണ് BJPയുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് BJPയുടെ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റും അതേപോലെ പൊറ്റമ്മൽ സ്ഥാനാർത്ഥിയുമായ T റെനീഷാണ്. റെനീഷ് കഴിഞ്ഞ തവണ പുതിയറയിലെ കൗൺസിലറായിരുന്നു. അപ്പോഴെല്ലാം വളരെ വലിയൊരു ഭരണ മികവ് തന്നെ കാഴ്ചവെച്ച വ്യക്തിയാണ്. ഇത്തവണ എന്ത് തോന്നുന്നു, എങ്ങനെ പോകുന്നു പ്രചരണം? പൊറ്റമ്മൽ വാർഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ 20 ദിവസമായി ഞങ്ങൾ പ്രചരണ രംഗത്തുണ്ട്. പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആളുകളിൽ നിന്ന് വളരെ വലിയ റെസ്പോൺസാണ് നമുക്ക് കിട്ടിക്കൊണ്ട്, വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 45 വർഷമായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ കൗൺസിലറും ഒരേ പാർട്ടിക്കാരനാണ്. ആ പാർട്ടിക്കാരുള്ള ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ ഇന്ന് പ്രചരണം വരുന്ന എരവത്തുകുന്ന് എന്ന പ്രദേശത്താണ്. അവിടെ കുടിവെള്ളം പോലും കിട്ടാത്ത പ്രദേശങ്ങളുണ്ട്. പല പദ്ധതികളെക്കുറിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയേ പോലുമില്ല. ഇപ്പോൾ വീട് പുനരുദ്ധാരണത്തിന് 1 ലക്ഷം രൂപ കിട്ടുന്ന പദ്ധതിയുണ്ട്. അത് SC/ST ഉപയോഗിച്ച് 1.5 ലക്ഷം രൂപ കിട്ടുന്ന പദ്ധതിയാണ്. ഇവിടെ പല വീടുകാർക്കും അത്തരം പദ്ധതികളെക്കുറിച്ച് പോലും അറിയില്ല. കാരണം ഞാനത് പറയാൻ കാരണം ഇപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് മഴ പെയ്തിട്ട് ചോർന്ന് വലിക്കുന്നൊരു വീടുണ്ട്. ഓടിട്ട വീടാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-60 വർഷമായി ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ അവിടുത്തെ അമ്മയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ വീട് പുനരുദ്ധാരണത്തിന് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൂടെ? മകനെ, ഞാൻ നിരവധി തവണ അപേക്ഷ കൊടുത്തിട്ട് എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അതായത് ചില പാർട്ടിക്കാർക്ക് മാത്രം കിട്ടുന്നു, അവർക്ക് തന്നെ 1-2 പ്രാവശ്യമൊക്കെ കിട്ടുന്നു. അർഹതപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അനർഹരായവർക്ക് വേണ്ടി, ചില പാർട്ടിക്കാർക്ക് വേണ്ടി പല പദ്ധതികളും അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥയാണ് ഈ പൊറ്റമ്മൽ വാർഡുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഒല്ലൂർ ശിവക്ഷേത്രത്തിന് മുന്നിൽ നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ബാക്കിലൊരു ക്ഷേത്രക്കുളമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 45 വർഷം കോർപ്പറേഷൻ ഭരിക്കുന്നു, അതേ പാർട്ടിയുടെ ആളുകൾ ഇവിടെ കൗൺസിലറായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രക്കുളത്തിന് നവീകരണം പോലും നടത്താൻ സാധിച്ചിട്ടില്ല. ഒരുപാട് അർബൻ അക്ലമറേഷൻ പദ്ധതിയുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ, ഇതിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തനത് ഫണ്ട് ഉപയോഗിക്കാതെ കോർപ്പറേഷന് നടപ്പിലാക്കാൻ പറ്റാവുന്നതാണ്. അത് നടപ്പിലാക്കിയിട്ടില്ല. നേരത്തെ പോലെ ഇവിടെ 2 മേയർമാരുണ്ടായിരുന്ന വാർഡാണ്. കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട ഡോക്ടർ വീണ ഫിലിപ്പ്, അതുപോലെ തന്നെ AK പ്രേമച്ചൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ചിന്മയ റോഡുണ്ട്. ഇവിടുത്തെ സ്കൂളുകളിലെ കുട്ടികൾ ഡെയിലി പോകുന്ന റോഡാണ്. ആ റോഡ് പോലും പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് കുറേ റിപ്പയർ വർക്ക് നടത്തി. ഇതിപ്പോൾ ഒരാഴ്ച മുന്നേ മഴ പെയ്ത് മൊത്തം കുത്തി ഒളിച്ചു പോയി. അപ്പോൾ ഞാൻ പറയുന്ന പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും നിറവേറ്റുവാൻ ഇവിടുത്തെ ജനങ്ങളോട് ബാധ്യതപ്പെട്ടിട്ടുള്ള ഈ 2 കോർപ്പറേഷൻ ഭരിച്ചതും ഇവിടുത്തെ കൗൺസിലർമാർ അത് നിറവേറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസമുണ്ട്, ഈ പ്രാവശ്യം ചരിത്രത്തിൽ ആദ്യമായി ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കാൻ പോവുകയാണ്. ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും, ജനങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്നുള്ള വാക്ക് കൊടുത്തത്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ കൗൺസിലറായിട്ട്, മേയർമാരായിട്ട് അവരുടെ PAമാരോ അവരുടെ കൺവീനർമാരോ മാത്രമാണ് ഇവിടെ നിയന്ത്രിക്കുന്നത്. ഞാൻ പറഞ്ഞ 1-2-3 ആളുകൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാർഡിനെ. അത് മാറി ഇവിടെ ഒരു കൗൺസിലർ ഓഫീസ് പോലും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, കൗൺസിലർക്ക് ഓഫീസില്ല. ഭയങ്കര കൗൺസിലർമാർക്ക് ഓഫീസ് വേണം എന്നൊക്കെ വാദിക്കുന്ന പല ആളുകൾ ഇവിടെ ഒരു കൗൺസിലർക്ക് ഒരു ഓഫീസ് പോലെ. ഞാനൊക്കെ എൻ്റെ വാർഡിൽ 2 സ്റ്റാഫിനെ വെച്ചിട്ട് സ്റ്റാഫിനെ വെച്ചത്. കാരണം ഞാനില്ലാത്ത സമയത്ത് അവിടെ ഒരാൾ വന്നാൽ അവർക്ക് ആ കാര്യം നടക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള പൊറ്റമ്മൽ അങ്ങാടി ഞങ്ങൾ ഓഫീസ് തുടങ്ങും. വിത്തിൻ 1 വീക്ക് കൊണ്ട് നമ്മൾ തുടങ്ങും. ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും നേരിട്ട് വന്ന് കാര്യങ്ങൾ അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ നേരിട്ട് വന്ന് അവരുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഓഫീസ് തുറക്കും. മാത്രമല്ല, കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ 45-50 വർഷമായി ഭരിക്കുന്ന ഇവരെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറുന്ന നഗരമാണ് നമ്മളത്. ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല. പാർക്കിങ്ങിനെ കുറിച്ച് 50 വർഷമായി പറയുന്നു, ഞങ്ങൾ ഇപ്പോൾ പാർക്കിംഗ് പ്ലാസ് കൊണ്ടുവരും. ഇതുവരെ അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതിന് നിരവധി പദ്ധതികൾ, STP സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമുക്കറിയാം 120 കോടി കേന്ദ്ര സർക്കാർ കൊടുത്താൽ നടപ്പിലാക്കാൻ പറ്റില്ല. ആധുനിക അറവശാല ഗോതിയിൽ നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പ്രാഥമികമായി ഒരു ജനതയ്ക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കുവാൻ ഈ കോഴിക്കോട് കോർപ്പറേഷൻ അതിൽ ആകെ ചെയ്യുന്നത് എന്താണ്? കുറേ റോഡ് ടാർ ചെയ്യുകയും ഇൻ്റർലോക്ക് ചെയ്യുകയും മാത്രമാണ്. അതാണ് വികസനം എന്ന് കരുതുന്നവരാണ് ഇവരെ. അപ്പോൾ ഇവിടെ ജനങ്ങൾ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം, അവർക്ക് ശുദ്ധമായ കുടിവെള്ളം കിട്ടണം, അവർക്ക് വീട് കിട്ടണം. പ്രധാനമന്ത്രി ആവാസ് യോജന 2.0 നിങ്ങൾ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിട്ടില്ല. 10,000-കണക്കിന് അപേക്ഷകൾ വന്നു കിടക്കുകയാണ്. എന്നിട്ട് അതിദാരിദ്ര്യമായിട്ടുള്ള ജില്ലയായിട്ട്, അതിദാരിദ്ര്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് എന്ന് വിദ്യാഭ്യാസമുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ ദേശാഭിമാനി മാത്രം വായിച്ച് അതുമാത്രമല്ല ജനങ്ങളുടെ തിരുവോര പ്രസംഗങ്ങളിൽ ആവേശം കൊള്ളുന്ന ജനതയൊക്കെ മാറി. യുവാക്കളൊക്കെ വളരെ ടാലൻറ്റഡാണ്. ഇന്ന് അവരുടെ മൊബൈൽ ഫോണിൽ ഇരുന്ന കാര്യങ്ങൾ, പദ്ധതികളെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നൊരു പുതിയ തലമുറയുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ പ്രാവശ്യം കോഴിക്കോട് കോർപ്പറേഷൻ്റെ മേയർ എന്ന് പറയുന്നത് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജയിച്ചു വരുന്ന മേയറായിരിക്കും. ഈ പ്രാവശ്യം ഞങ്ങൾ 5 വർഷം കൊണ്ട് ഈ
കോഴിക്കോട് നഗരത്തെ ലോകത്തിന് തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു നഗരമാക്കി മാറ്റാൻ സാധിക്കും. അതിനുള്ള പദ്ധതികളെക്കുറിച്ച് ഞങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വരുന്ന ദിവസം വരുന്നു. അദ്ദേഹം കൃത്യമായി എങ്ങനെയാണ് ഈ നഗരത്തെ ഞങ്ങൾ വികസനത്തിൻ്റെ മോഡലാക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ പൊതുമാധ്യമത്തിൻ്റെ മുന്നിലും പൊതുപ്രവർത്തകരുടെ മുന്നിൽ വെക്കാൻ പോവുകയാണ്. തീർച്ചയായും വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാ സ്ഥലത്തും വളരെ ശക്തമായ മത്സരം. കഴിഞ്ഞ പ്രാവശ്യം 22 സ്ഥലത്ത് വളരെ നേരിയ വോട്ടിനാണ് ഞങ്ങൾ തോറ്റിട്ടുള്ളത്. അവിടെയും ഞങ്ങൾ ഈ പ്രാവശ്യം വിജയിച്ച് കയറും. 40-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഈ പ്രാവശ്യം ഭരണം ഞങ്ങൾ പിടിക്കുമെന്നുള്ളതാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് BJP മത്സരത്തിനിറങ്ങുന്നത്. 40 സീറ്റിലധികം പിടിച്ചുകൊണ്ട് കോർപ്പറേഷൻ പിടിച്ചെടുക്കും. കോർപ്പറേഷനിലെ ഇപ്പോഴത്തെ മേയർ BJP ആയിരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസവും ഇവർക്കുണ്ട്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.